ഇതുണ്ടപ്പോ പണ്ട് 26 തസ്ബീസ്കരിക്കാൻ പോയതാ എനിക്ക് ഓർമ്മ വന്ന്. സുജൂദൊക്കെ പോയിട്ട് ഒരു കെടുത്തുണ്ട്. പിന്നെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ടാ നീക്കുക. അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ കുത്തിക്കോളിട്ടാ. ഇപ്പോഴും അങ്ങനെ പോയിട്ട് ഉറങ്ങണം നിങ്ങളെ ഫ്രണ്ട്സിന്റെ കമന്റ് ബോക്സിൽ മെൻഷനും ചെയ്താൽ. ഹലോ ഗൈസ്, ഇന്ന് ഞാനും കാക്കിയും കൂടിയും ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതും രാത്രി 12:45. ഈ തലമ കാണുന്ന സാധനം ഇന്റെ കലാവിരുതാട്ടാ. എപ്പോഴോ കെട്ടി പഠിച്ചാണ്. പിന്നെ ഓനക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓനക്കട് കെട്ടിക്കൊടുത്തു. ഏതായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വന്നിക്കണില്ലേ. പോണ വൈക്കും ഓനെ വ്ളോഗ് എങ്ങനെ എടുക്കാന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും ചെയ്തു. അതിൻ്റെതാണ് ഈ കാണുന്നത്. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ വെള്ളിയാഴ്ച ഇന്ന് റമദാൻ ഏകദേശം 27 നാളെ 28 ആവും. അപ്പോൾ ഖിയാമുൽ ലൈൽ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഖിയാമുൽ ലൈലിലേക്കുള്ള പള്ളിയിലേക്ക് നമ്മൾ പോവാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഞങ്ങൾ നേരെ പള്ളിക്കണ്ട് കയറി. ഏതായാലും നമ്മൾ ഇന്നിപ്പോൾ ഫസ്റ്റ് റക്കാത്ത് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സൊഫിൽ ഏകദേശം ഫുൾ ആൾക്കാരുണ്ട്. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ ആണെങ്കിൽ ആകെ 8 റക്കാത്തെ തറാവേ ഉള്ളൂ. അതിൽ 4 റക്കാത്ത് ഇശാക്കേശം നിസ്കരിച്ചിട്ട് 4 റക്കാത്ത് ഖിയാമുൽ ലൈലിലേക്കാണ് മാറ്റിവെക്കും. പിന്നെ വിത്തറും കൂടി ഉണ്ടാവും. ആ 4 റക്കാത്തും വിത്തറും ഒരു 1.5 നിസ്കാരാട്ട. റുക്കുയിലാണെങ്കിൽ അങ്ങനെ കെടുക്കുക, സുജൂദിലാണെങ്കിൽ അങ്ങനെ കെടുക്കുക. ഇതുണ്ടപ്പോ പണ്ട് 26 തസ്ബീസ്കരിക്കാൻ പോയതാ എനിക്ക് ഓർമ്മ വന്ന്. സുജൂദൊക്കെ പോയിട്ട് ഒരു കെടുത്തുണ്ട്. പിന്നെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ടാ നീക്കുക. അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ കുത്തിക്കോളിട്ടാ. ഇപ്പോഴും അങ്ങനെ പോയിട്ട് ഉറങ്ങണം നിങ്ങളെ ഫ്രണ്ട്സിന്റെ കമന്റ് ബോക്സിൽ മെൻഷനും ചെയ്താൽ. പിന്നെ ലാസ്റ്റ് വിത്തറിൽ ഒരു കൂനൂത്ത് ഉണ്ടാവും. ഔണ്ടടാ ഏകദേശം 7 മിനിറ്റ് ആയിരുന്നു കൂനൂത്ത് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ പാനറബി മൂപ്പര്. പിന്നെ എല്ലാ വ്യക്തിനും കറക്റ്റ് എത്തുട്ടാ. ഇതേപോലെ ഫ്രണ്ടിൽ ഉണ്ടാവും ചെയ്യും. ഏതായാലും നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു അറബി ചെക്കനെ പരിചയപ്പെട്ടും ചെയ്തു. പോകുമ്പോൾ നമ്മൾ അറബിന്റെ മകനെയും കണ്ട് ഓനോട് കുറച്ചു സംസാരിക്കും ചെയ്തു. നമ്മൾ പോകുമ്പോഴും ഇപ്പോഴും കുറച്ച് ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഖുർആനൊക്കെ ഓതുന്നുണ്ട് കേട്ടോ. അങ്ങനെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു മുതലിനെ കണ്ട്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനത്തെ കുറെ അടിപൊളി പൂച്ചോളുണ്ട് കേട്ടോ. പിന്നെ സ്ഥിരം നമ്മൾ 2 കുപ്പി വെള്ളം കുറച്ച് കാരൊക്കെ എടുത്തിട്ട് നേരെ പെരേക്കാണ് വിട്ടു. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ.